സൺഡേ സ്പെഷ്യലായിട്ടൊരു ചെമ്മീൻ ബിരിയാണി ആയാലോ? വാ നമുക്ക് നോക്കാം. നെയ്യിൽ ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ജീരകശാല അരിയാണ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളിവിടെ വെള്ളം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലേശം ഉപ്പും കൂടി ഇട്ട് ഇത് അടച്ചു വെക്കുകയാണ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, എന്താവുമെന്ന് അറിയില്ല. എന്തായാലും പാരലലി നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത് 3 ഇട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത്. അത് നമ്മളൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ വറുത്ത് മാറ്റി അതേ എണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് 3 നന്നായിട്ട് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒന്ന് പച്ചമണം മാറി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 3 വലിയ സവാളയാണ്, അത് ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. സവാള നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും അതോടൊപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ലേശം ബിരിയാണി മസാലയും അതോടൊപ്പം തന്നെ ഒരു ലേശം പെപ്പർ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഓപ്ഷനിലാണ്, അവരവരുടെ എരിവിനനുസരിച്ച് ചെയ്യാവുന്നതാണിത്. നന്നായിട്ട് വഴണ്ട് വന്ന മസാലയിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് ടൊമാറ്റോസ് ചോപ്പ് ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വന്ന മസാലയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്നുകൂടെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന റൈസിലേക്ക് നമ്മൾ ഈ മസാല ആഡ് ചെയ്യുന്നു. 4 ഭാഗത്തുനിന്നും ചോറെടുക്കുന്നു, അതൊന്ന് കൂട്ടി വെക്കുന്നു. അതിലേക്ക് ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്നട്ട്, കിസ്മിസ് അങ്ങനത്തെ സാധനങ്ങളും അതോടൊപ്പം തന്നെ മല്ലിയില ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് പതുക്കെ ഇനി ആ ലിഡൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പതുക്കെ മിക്സ് ചെയ്യാണ്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് സാലഡും അച്ചാറുമായിട്ടത് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നൗ കം ലെറ്റ്സ് ഈറ്റ്.